ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റേൺ ഡംപ്ലിങ്സ് അഥവാ ലുക്കൈമാത്താണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലും പിടിച്ച് നിൽക്കാൻ ആ തോളനെ അടിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഉണ്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലുക്കൈമാത്ത് ഉണ്ടാക്കാം. ഫസ്റ്റ് ഒരു ബൗൾ എടുത്ത് വെക്കാൻ, അതോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് കോൺഫ്ലവർ. ഇനി ഒരു 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ. ഓക്കെ, അധികം ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വരാം. ഇതൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലിങ് ഫിൽം ഇട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളുടെ ലുക്കൈമാത്തിൻ്റെ മിക്സ്ചർ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊക്കെ കൂടെ ഒന്ന് താഴത്തോട്ടാക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ബോൾസാക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ ഗ്ലൗസ് ഇട്ടേക്കണേ കേട്ടോ. ഓക്കെ, കയ്യിലോട്ട് അങ്ങനെ എടുക്കുക, പീച്ച എണ്ണയിലോട്ട് ഇടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വരുന്നിടത്ത് വെച്ച് കാണാൻ ഇനി ബാക്കിയൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഇത് സ്പൂണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ, കുറച്ചായിട്ട്. മാക്സിമം നമ്മളാണ് ഓയിലിനെ അടുപ്പിച്ച് സ്പൂൺ അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, ഇടാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല റൗണ്ട് ബോൾസാക്കി കിട്ടുള്ളൂ. ഞാൻ ചില സമയത്ത് അത് വിട്ടുകൂട്ടോ, എന്നിട്ട് പൊക്കിയൊക്കെ ഒഴിക്കും, ചില സമയത്ത് അടുപ്പിച്ചൊക്കെ ഒഴിക്കും. അപ്പോൾ നല്ല റൗണ്ട് ബോൾസൊക്കെ കിട്ടും. അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വിൻ്റർ സീസണിൻ്റെ ടൈമിലാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഡേറ്റ് ചിലപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അവിടെ ഇവിടേക്കൊരു റോക്ക് ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, എനിക്ക് അപ്പോഴാണ് ബുദ്ധി വിവരമൊക്കെ ഉദിച്ചത് കേട്ടോ. അത് ഞാൻ വിചാരിച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ പോലെ ഡേറ്റ് സിറപ്പിന്, അതാകുമ്പോൾ എന്താ ഇത് ലൂസായി വരില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഡബിൾ ബോയിലൊക്കെ ചെയ്ത് നോക്കി. നല്ല ലൂസായിട്ട് കിട്ടിയിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ആ ബുദ്ധി വിവരമൊക്കെ ഉദിച്ചത്. തൽക്കാലത്തിന് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് കയ്യിലില്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഹണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തു കൂടെ നമുക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ, നല്ലൊരു മൊഞ്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലുക്കൈമാത്തിൽ 2 ടൂത്ത് പിക്കൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, ചുമ്മാ ഒരു ഷോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലും അങ്ങനെ പിടിച്ചേക്കാൻ, ആ തോളനെ പിടിച്ചടിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.